Ahalditha and welcome to my YouTube channel, This Little Space. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്ലാനർ 2023 സെറ്റപ്പ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഈ വർഷത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 2023ലേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്ലാനറിന്റെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ പിൻ ചെയ്ത് കൊടുക്കാം, ഐ കാർഡ്സിലും ഓർമ്മ ഉണ്ടെങ്കിൽ കൊടുക്കാം. സോ അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്ലാനർ എന്ന് പറയുന്നത് അലീഷ്യ സൂസയുടെ പ്ലാനറാണ്. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നതായിരുന്നു അലീഷ്യ സൂസയുടെ പ്ലാനർ വാങ്ങി നോക്കുന്നത്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് എനിക്കിതുവരെ അത് വാങ്ങിക്കാൻ തോന്നിയിട്ടുമില്ല, പറ്റിയിട്ടുമില്ല. അപ്പോൾ ഈ വർഷം ഞാൻ കുറച്ച് കാശൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ പ്ലാനർ വാങ്ങിച്ചു. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഞാൻ കുറച്ച് പേജസ് ഒക്കെ ഓൾറെഡി DIY ചെയ്തിട്ട് എൻ്റെ ഇഷ്ടത്തിന് ആക്കിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇന്ന് റിവീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചില പേജസ് ഒക്കെ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയും ചെയ്യാം. സോ നമുക്ക് നമ്മളെ അലീഷ്യ സൂസ പ്ലാനറിന്റെ ഫ്ലിപ്പ് ത്രൂയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്പൈറൽ ബൗണ്ട് അല്ല, ഹാർഡ് ബൗണ്ട് ആയിട്ടുള്ള പ്ലാനർ ആണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനർ ആണ്. ഭയങ്കര ലക്ഷറി ഫീൽ ഉണ്ട്. ഓഫ്കോഴ്സ് ഇത് എക്സ്പെൻസീവ് ആണ്, അപ്പൊ ലക്ഷറി ഫീൽ ഒക്കെ വേണം. എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ പ്ലാനർ മാത്രമായിട്ട് വാങ്ങുമ്പോൾ കുഴപ്പമില്ല. ചിലർ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എക്സ്പെൻസീവ്. ഞാൻ എൻ്റെ കാര്യത്തിൽ പറഞ്ഞത് എനിക്ക് ഇത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. സോ ഇതിന്റെ പ്ലാനറിന്റെ കവർ എന്ന് പറയുമ്പോൾ, കവർ പിക് എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂവിൽ, പൗഡർ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂവും പിങ്കും തിങ്ങിൽ വരുന്ന ഒരു കവറാണ്. അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഡൂഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് താഴെയായിട്ട് ഒരു പെൺകുട്ടീനെയൊക്കെ കാണാം. സോ അതാണ് നമ്മളെ കവർ, ഔട്ടർ കവറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഫസ്റ്റ് ദിസ് പ്ലാനർ ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. നമുക്ക് നമ്മളെ പേര് എഴുതാൻ പറ്റും. ഞാനത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് 2 സ്റ്റിക്കേഴ്സും കൂടെ അവിടെ സ്റ്റിക്ക് ചെയ്തു. സ്റ്റിക്കർ ബുക്ക് ഓൾറെഡി നമുക്ക് പ്ലാനറിന്റെ കൂടെ അവൈലബിൾ ആണ്, ഒരെണ്ണം ഫ്രീബി ആയിട്ട്. അതല്ലാതെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ നോക്കിയാൽ സ്റ്റിക്കർ ബുക്സ് അവൈലബിൾ ആണ്. അലീഷ്യ സൂസയുടെ സ്റ്റിക്കർ ബുക്സ് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഫേസ് ഓഫ് ദി പ്രൗഡ് പ്ലാനർ ഓണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡൂഡിൽ ചെയ്യാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഡൂഡിലിംഗ് ഭയങ്കര കഴിവായതുകൊണ്ട് ഞാൻ ഡൂഡിൽ ചെയ്തില്ല. പകരം ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ട്, എന്നെ പറ്റിയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്തു. ഇവിടെ ഞാൻ ഇരിക്കണ പോലെ ഒരു സ്റ്റിക്കർ കൊടുത്തു, പിന്നെ എൻ്റെ ക്യാമറ കൊടുത്തു, പിന്നെ മിഠായി കൊടുത്തു, പിന്നെ കോഫി കൊടുത്തു, പിന്നെ PMS, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് എനിക്ക് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. എഗെയിൻ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ചിലർക്ക് അത് വരയ്ക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്കൊക്കെ പ്ലാനർ എന്ന് പറഞ്ഞാൽ അത്ര ഭംഗി വേണം, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് പ്ലാനർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയിൽ അങ്ങനെ കളർ അടിച്ച് കൊണ്ടെടുക്കാം അങ്ങനെയൊന്നുമില്ല, ഫംഗ്ഷനിലായിരിക്കണം എന്ന് തന്നെ എനിക്കുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ കാണുക ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് അതൊന്നും നിങ്ങൾ ചിലപ്പം കണ്ടു എന്ന് വരില്ല. സോ അങ്ങനത്തെ ഒരു മേ ബി വീഡിയോ കാണുക. അടുത്ത പേജിലേക്ക് വരുമ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ്. അവിടേക്ക് നമുക്ക് നമ്മുടെ പേര് എഴുതാനും അഡ്രസ്സിനും പിന്നെ കോൺടാക്ട് നമ്പർ, മെയിൽ അഡ്രസ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു പേജ് ഉണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഹോളിഡേയ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാം എന്ന് വെച്ചാൽ ലോക്കൽ ആയിട്ടുള്ള ഹോളിഡേയ്സ് അല്ല, അല്ലാത്ത ഹോളിഡേയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് 2023-2024 കലണ്ടറിന്റെ ഒരു പ്രിവ്യൂ ആണ്. 2023 ഉള്ളതുകൊണ്ട് 2024 ഉള്ളതുകൊണ്ട് ആ പേജ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, കാരണം അതെനിക്ക് അങ്ങനെ തന്നെ വിടാനാണ് ഇഷ്ടം. ചിലർ അതിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നൊക്കെ കാണാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ജനുവരിയിൽ നിങ്ങൾക്ക് നിങ്ങളൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ആ പേജിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കളർ ചെയ്യോ, ഹൈലൈറ്റർ യൂസ് ചെയ്യോ, മാർക്ക് ചെയ്യോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ആ പേജ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ അടുത്ത പേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബ്ലാങ്ക് പേജ് ആയിരുന്നു. അവിടെ ഞാൻ ബ്രാൻഡ്സ് ഐ ഹാവ് വർക്ക്ഡ് വിത്ത് എന്ന് ഒരു എന്താ പറയാ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു DIY ചെയ്തു. എന്നിട്ട് സൈഡിൽ ഒരു കുഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ എനിക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ബ്രാൻഡ്സിന്റെ പേരുകൾ അവിടെ എനിക്ക് ഓർമ്മ വരുന്നതിനനുസരിച്ച് ഇത്രയും കാലം വർക്ക് ചെയ്തതും എഴുതാം, ഇനി 2023 വർക്ക് ചെയ്യുന്നതും എഴുതാം. അതെന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നെ നോക്കുമ്പോൾ ഇത്രയും ബ്രാൻഡ്സ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തു എന്ന് തോന്നാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് അലീഷ്യ സൂസന്റെ എല്ലാ പ്ലാനേഴ്സിലും ഉള്ളതാണ് ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് എന്ന് പറഞ്ഞൊരു സംഭവം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആണ് അവർ അതിൽ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ പേജിൽ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് 2023 സെറ്റപ്പ് ചെയ്തു. വിഷൻ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, ബട്ട്
പ്രൊഫഷണൽ പേഴ്സണൽ എല്ലാം കൂടെ കലർത്തിയിട്ടുള്ള ഒരു വിഷൻ ബോർഡാണ്. അവിടെ എൻ്റെ പേഴ്സണൽ ഗ്രോത്തും പ്രൊഫഷണൽ ഗ്രോത്തും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു കുഞ്ഞു വിഷൻ ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് ഞാൻ ക്യാൻവയിൽ ചെയ്തതിന് ശേഷം സ്റ്റുഡിയോയിൽ പോയിട്ട് പ്രിന്റ് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് പ്രിന്റ് ചെയ്യാൻ 60 രൂപയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വിഷൻ ബോർഡ് കിട്ടും. അതല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കണം എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഫുൾ ആയിട്ട് ക്യാൻവയിൽ ഒരു കൊളാഷ് ഉണ്ടാക്കിയിട്ട് അതിവിടെ സ്റ്റിക്ക് ചെയ്തു. എൻ്റെ വിഷൻ ബോർഡ് 2023 ഓൾ സെറ്റ്. സോ അടുത്ത പേജ് എന്ന് പറയുന്നത് സ്ക്രിബിൾസ് ആൻഡ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോട്ട്സ് എന്തെങ്കിലുമൊക്കെ റാൻഡം ഐഡിയാസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ എഴുതി വെക്കാം. അത് ഞാൻ അങ്ങനെ തന്നെ വിട്ടു. അതിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ സെൽഫിനുള്ള ലെറ്റർ ആണ്. ആ പേജ് ഞാൻ അവിടുന്ന് കട്ട് ചെയ്തെടുത്തു. ഇതാണ് നമ്മളെ ലെറ്റർ ടു ഫ്യൂച്ചർ സെൽഫ് എന്ന് പറയുന്നത്. ഞാൻ ഫിൽ ചെയ്തിട്ടില്ല. ഞാൻ ജനുവരി 1 ഈ ലെറ്റർ എഴുതാനാണ് വിചാരിച്ചിട്ടുള്ളത്. നമ്മളെ സാധാ ഒരു ലെറ്റർ നമ്മൾ എഴുതുന്നുണ്ട്, നമ്മൾ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കി നോട്ട് അല്ല ഒരു സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് ബാക്ക് പോക്കറ്റിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാം. ഒന്നിക്ക് നമുക്ക് നെക്സ്റ്റ് ഇയർ വായിക്കാം, അല്ലെങ്കിൽ 5 years കഴിഞ്ഞ് വായിക്കാം. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എഗെയിൻ ഒരു ബ്ലാങ്ക് പേജ് ആണ് വരുന്നത്. അവിടെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ അത് കൊടുത്തു. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എൻ്റെ ലൈഫിലുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ ഞാൻ അവിടെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ ഇല്ലേ, അത് കട്ട് ചെയ്തപ്പം ഇത് ഹാർഡ് ബൗണ്ട് ആയതുകൊണ്ട് നടുക്ക് ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ അവിടെ ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഒരു വാഷി ടേപ്പ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ കളറിനോട് മാച്ച് ആയിപ്പോകുന്ന ഒരു ആഷിൽ ഒരു സ്റ്റാർ ഒക്കെ വരുന്നത്, അത് അവിടെ ഒട്ടിച്ചു. അപ്പൊ ഇപ്പൊ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പേപ്പർ ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്നില്ല. ജസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ ഗൈസ്. സ്പൈറൽ ബൗണ്ട് ആണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. സോ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ആനുവൽ അക്കൗണ്ട്സ് അറ്റ് ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ആണ്. അവിടെ നമുക്ക് നമ്മളെ മന്ത്ലി ബിൽസ്, നെറ്റ്ഫ്ലിക്സിന്റെ ബിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിന് ട്രാക്ക് ചെയ്യുന്ന എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ അതിന്റെ ഇൻസ്റ്റാ ആൻഡ് യൂട്യൂബ് ഫോളോവേഴ്സ് അറ്റ് ഗ്ലാൻസ് എന്നുള്ളൊരു പേജ് ഒക്കെ DIY ചെയ്തു. സോ ദാറ്റ് എനിക്ക് എൻ്റെ ജനുവരി 1 എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള ഫോളോവേഴ്സും യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെയും കൗണ്ട് അവിടെ എഴുതി വെക്കുക. അതെനിക്ക് ത്രൂ ഔട്ട് എല്ലാ മന്തും എല്ലാ മന്തിന്റെ ഫസ്റ്റ് ഡേ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എഗെയിൻ അടിയിലേക്ക് കുറച്ച് പോർഷൻ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചു. ട്രസ്റ്റ് ദ പ്രോസസ്, എ ലിറ്റിൽ പ്രോഗ്രസ് എവറി ഡേ എന്നൊക്കെ പറയുന്നുള്ള ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പിന്നെ നമ്മൾ ഇൻസ്റ്റാ ആൻഡ് യൂട്യൂബ് ഫോളോവേഴ്സ് എഴുതിയിട്ടുള്ള ആ ഒരു ടേപ്പ് ആക്ച്വലി ഒരു സ്റ്റിക്കറാണ്. അത് നമുക്ക് ഈ സ്റ്റിക്കർ ബുക്കിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ട്രയോ ബോക്സ് ആയിരുന്നു വാങ്ങിയത്. അപ്പൊ നമുക്ക് ആ ഡെസ്ക് കലണ്ടറിന്റെ കൂടെയും കുറച്ച് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്, വാൾ കലണ്ടറിന്റെ കൂടെയും സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വെച്ച് കംപ്ലീറ്റ് എടുത്ത് യൂസ് ചെയ്തതല്ല, അതിന് എല്ലാത്തിനും ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത്. ഇത് ആക്ച്വലി ഏതോ ഒരു വീഡിയോന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഐഡിയ ആണ്. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ എനിക്കും ഇത് ചെയ്യാൻ പറ്റും. അത് ഏത് വീഡിയോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ കുറെ പ്ലാനർ വീഡിയോസ് കാണാറുണ്ട്. സോ അങ്ങനെ റാൻഡം ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. സോ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് സം ബ്രൈറ്റ് ഐഡിയാസ് ആൻഡ് അച്ചീവ്മെന്റ്സ് ആക്കി ഞാൻ. അത് ആക്ച്വലി സം ബ്രൈറ്റ് ഐഡിയാസ് എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാൻ അവിടെ ഒരു അച്ചീവ്മെന്റ്സും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു കുഞ്ഞു ബൾബും കൊടുത്തു. ഇതും എനിക്ക് ഏതൊരു വീഡിയോ കിട്ടിയതാണ്. കാരണം ഞാൻ ആലോചിച്ചു എനിക്കിങ്ങനെ ഫുൾ ടൈം ഐഡിയാസ് ഒന്നും കിട്ടില്ല ഗൈസ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ എനിക്ക് നല്ലതല്ലേ. പിന്നെ എനിക്ക് അലീഷ സൂസയുടെ പ്ലാനറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് കുറെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള പ്രോംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് നമ്മളെ ഭയങ്കര ഇതെല്ലാം ചെയ്യണമല്ലോ എന്നുള്ളൊരു തോട്ട് കൊണ്ടുവരില്ല. നമുക്ക് തന്നെ നമ്മളെ രീതിയിൽ DIY ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ അലീഷ സൂസ അവരുടെ പ്ലാനേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മളെ ഫസ്റ്റ് കുറച്ച് പേജസ്. അത് കഴിഞ്ഞാൽ നമ്മൾ ജനുവരി മുതലുള്ള മന്ത്ലി സ്പ്രെഡ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ജനുവരിയിലുള്ള ഒരു ഡൂഡിലുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡൂഡിലാണ്. എല്ലാ മന്തും ഡിഫറെന്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മളെ മന്ത്ലി സ്പ്രെഡ് നോക്കാം അല്ലേ. മന്ത്ലി സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ജനുവരിന്ന് കാണിച്ചിട്ട് നോട്ട്സ്, ടു ഡു, റിമെമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അധികം അവർ ആയിട്ട് തന്നിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും നോട്ട്സ് എഴുതാം, ടു ഡു എഴുതാം, അതുപോലെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ജനുവരിയിലെ ഡേറ്റ്സ് ആണ്. 1 to 31 ഡേറ്റ്സ് ഉണ്ട്. അവിടെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് അന്നത്തെ ദിവസത്തെ എന്തെങ്കിലും ഹൈലൈറ്റ്സ്, ചിലപ്പോൾ സങ്കടമായിട്ടുള്ള കാര്യമാവാം, ചിലപ്പോൾ സന്തോഷമുള്ള കാര്യമാവാം, ചിലപ്പോൾ ഒരു മൂവി ഡേറ്റ് ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ഓഫ് ദ ഡേ അവിടെ എഴുതി വെക്കാം. ഹൈലൈറ്റ്സ് ഇല്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ആ ദിവസം ഞാൻ ബ്ലാങ്ക് ആയിട്ട് വിടും. ഇത്രയും സിമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് പേജ് ഓൺവേർഡ്സ് നമ്മളെ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പ്രെഡ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ജനുവരി 1 എന്ന് പറയുന്നത് ഒരു സൺഡേ ആയതുകൊണ്ട് ഇത് സൺഡേ ടു സാറ്റർഡേ വരുന്ന രീതിയിലാണ്. അത് ഓരോ മന്തിനനുസരിച്ചും അത് മാറുന്നുണ്ട്.
നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് പേജ് ആയിരുന്നു. അത് ഞാൻ DIY ചെയ്തിട്ട് സീരീസ്, മൂവീസ് ഓർ ബുക്സ് എന്നുള്ള ഒരു രീതിയിൽ ആക്കിയിട്ടുണ്ട്. സീരീസ് കാണുകയാണെങ്കിൽ എനിക്ക് അവിടെ എഴുതി വെക്കാം, അതുപോലെ മൂവീസ് കാണുകയാണെങ്കിൽ എഴുതി വെക്കാം, ബുക്സ് വായിക്കുകയാണെങ്കിൽ അത് അവിടെ എഴുതി വെക്കാം, ആ ഒരു രീതിയിൽ. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് മന്ത്ലി ഹാബിറ്റ് ട്രാക്കർ ആണ്. കുറേ ട്രാക്കേഴ്സ് ചെയ്യാനുള്ള സ്പേസ് ഒന്നും തന്ന് ഭയങ്കര ഓവർവെൽമിംഗ് ആക്കിയിട്ടില്ല. സിമ്പിൾ ആയിട്ട് 5 ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് തന്നിട്ടുള്ളത്. ഞാൻ ഓൺലൈൻ ക്ലാസ്സും സ്കിൻ കെയറും എൻ്റെ വീഡിയോ പ്ലാൻസും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും വർക്ക്ഔട്ടും ആണ് ട്രാക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു നോട്ട് സെക്ഷൻ ഉണ്ട്, പിന്നെ ഒരു പീരിയഡ് ട്രാക്കർ ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ കുറേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നു, 2-3 ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ക്ലാസ്സെങ്കിലും ഞാൻ ആ ഡേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ടിക്ക് ചെയ്യും, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ക്രോസ് ചെയ്യും. ആ രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഞാൻ എന്നെ തന്നെ അധികം സ്ട്രെയിൻ ചെയ്യില്ല. പിന്നെ നമുക്ക് വരുന്നത് ആക്ച്വലി ഒരു മീൽ പ്ലാനർ ആണ്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ ഡെയിലി കഴിച്ചിട്ടുള്ള മീൽ അവിടെ എഴുതി വെക്കാം. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, നമുക്കൊരു കോണ്ടന്റ് ഐഡിയാസ് പേജ് ആക്കിയിട്ട് ഇത് മാറ്റാന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ആ ദിവസത്തെ കോണ്ടന്റ് അവിടെ എഴുതി വെക്കാം. സോ ദാറ്റ് എനിക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇത്രയും കോണ്ടന്റ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ് പേജ് മന്ത്ലി വെൽനസ് ട്രാക്കർ ആണ്. അത് ഞാൻ ആസച്ച് വിട്ടതാണ്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു മന്ത് യൂസ് ചെയ്തതിന് ശേഷം ഫെബ്രുവരി മുതൽ മാറ്റി ചിന്തിക്കാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് 2-3 ബ്ലാങ്ക് പേജസ് വരുന്നുണ്ട്. ദെൻ ഫെബ്രുവരി മുതലുള്ള സെയിം സ്പ്രെഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ഡിസംബറിലും കഴിഞ്ഞ് ഈ ഒരു സ്പ്രെഡ് ഒക്കെ കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ഹൈലൈറ്റ്സ് ഓഫ് മൈ ഇയർ ആണ്. അവിടെ നമുക്ക് എല്ലാ മന്തിലും നടക്കുന്ന ഹൈലൈറ്റ്സ് അപ്പോൾ വേണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇയർ എൻഡ് നമുക്ക് ഫോട്ടോസ് ആയിട്ട് ആഡ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നെക്സ്റ്റ് പേജ് ആക്ച്വലി ബുക്സ് ഐ ഹാവ് റെഡ് ദിസ് ഇയർ ആയിരുന്നു. അത് ഞാൻ മാറ്റി ബുക്സ് ഐ ഹാവ് ലവ്ഡ് ദിസ് ഇയർ ആക്കി. കാരണം ഞാൻ ഓൾറെഡി വായിക്കുന്ന ബുക്സ് എഴുതാൻ വേണ്ടിയിട്ട് ജനുവരിയിൽ ഒരു DIY പേജ് ഉണ്ടാക്കിയല്ലോ. പിന്നെ അവിടെ അപ്പുറത്ത് തന്നെ ഉണ്ട് മൂവീസ് ഐ ലവ് ദിസ് ഇയർ. അവിടെ ഞാൻ മൂവീസ് ആൻഡ് സീരീസ് ഐ ലവ് ദിസ് ഇയർ എന്നാക്കി. അടുത്ത പേജ് ഒരു ബ്ലാങ്ക് പേജ് ഞാൻ എഗെയിൻ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ബ്രാൻഡ് മെയിൽ IDs കൊടുത്തു. സോ ദാറ്റ് ബ്രാൻഡ്സ്, ഞാൻ വർക്ക് ചെയ്യുന്ന ബ്രാൻഡ്സിനൊക്കെ മെയിൽ IDs എനിക്ക് അവിടെ എഴുതി വെക്കാം. എനിക്ക് എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ഈസി ആയിരിക്കും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഈ ഒരു പ്ലാനർ 2023 എൻ്റെ പേഴ്സണൽ റിവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാനർ ആണ്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ബിഗിനേഴ്സിനും പോലും ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ ഒരു പ്ലാനർ സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ കുറേ ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഈ പ്ലാനർ യൂസ് ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലാക്കുന്നില്ല. ചില പ്ലാനേഴ്സ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. ചിലർക്ക് ഭയങ്കരമായിട്ട് പ്ലാനേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് അതായിട്ട് യൂസ്ഡ് ആയവർക്ക് ചിലപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല. ഒത്തിരി ഇങ്ങനെ ഹാബിറ്റ് ട്രാക്കേഴ്സ് അങ്ങനത്തെ കുറേ പ്രോംപ്റ്റ്സ് തന്നിട്ട് ഇതെല്ലാം ചെയ്യേണ്ട ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അതാണ് ബേസിക്കലി എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് പേജസ് ഒക്കെ DIY ചെയ്തു നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ താഴെ കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക, കാണുന്നവർക്ക് യൂസ്ഫുൾ ആവും. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി ജനുവരി 1 കാണാം. ബൈ.